ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി കാസർഗോഡിന് മാത്രം അവകാശപ്പെടാവുന്ന കുറച്ച് പെരുന്നാളപ്പത്തിൻ്റെ റെസിപ്പിയാണ്. കാസർഗോഡ് മസ്റ്റാണ് കേട്ടോ ഇങ്ങനെ പെരുന്നാളപ്പങ്ങൾ ഉണ്ടാക്കുന്നത്. പെരുന്നാളിൻ്റെ സമയത്ത് ഡ്രൈ സ്നാക്കാണ്, നമുക്ക് കുറേ നാൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇതിൽ ഞാൻ കാണിക്കാത്ത കുറച്ച് സ്നാക്കിൻ്റെ റെസിപ്പി മുമ്പ് ചെയ്തത് ഞാൻ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, വേണമെങ്കിൽ അത് നോക്കിക്കോളൂ. അതുപോലെ ഓരോന്നും മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ ഇതിൽ കാണിക്കുന്ന റെസിപ്പി ഓരോന്നും മെൻഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണോ വേണ്ട ഒരു വീഡിയോ എടുത്ത് കാണാം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിലാദ്യം കാണിക്കുന്നത് പൈസപ്പത്തിലാണ്. അപ്പോൾ അതാ ഇതിന് വേണ്ടിയിട്ട് 2.5 കപ്പ് പച്ചരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. 1/2 കിലോ പച്ചരിയാണ്. അപ്പോൾ ഇത് കുതിർത്ത് വെച്ച ശേഷം കഴുകി എടുത്തിട്ടുള്ള അരിയാണ്. ഇതിലോട്ടിന് വേണ്ടത് 1 മുറി തേങ്ങയാണ് കേട്ടോ. ഒരു തേങ്ങയുടെ നേരെ പകുതി തേങ്ങയാണ് വേണ്ടത്. പിന്നെ 1 മുട്ട. ഇനി വേണ്ടത് പാകത്തിനുള്ള ഉപ്പും പാകത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കുക കേട്ടോ. കുറച്ച് ലൂസായിട്ട് അരച്ചെടുത്താലൊന്നും കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് ഒരു ചൂടായ ഒരു ഫ്രൈ പാനിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലൊക്കെ ആക്കിയിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ഇത് തിക്കാക്കി എടുക്കണം. നമ്മളിതുപോലെ വാട്ടിയെടുത്തിട്ട് ഒന്ന് തിക്കാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ പത്തിരിപ്പൊടി അല്ലെങ്കിൽ പച്ചരിപ്പൊടിയൊന്നും ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് അങ്ങനെ ചെയ്യാനൊന്നും പറ്റില്ല. ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യുക, എന്നാലേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ ഇനി ഇപ്പോൾ ഞാൻ എല്ലാം മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഇതുപോലെ കുറേശ്ശെ ഇട്ടിട്ടാണ് ഞാൻ വാട്ടിയെടുക്കുന്നത്. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലോട്ട് ആക്കിയിട്ട് വീണ്ടും ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ വാട്ടിയെടുത്താൽ മതി. പിന്നെ ചട്ടിപ്പത്തിലെന്ന് പറഞ്ഞിട്ട് ചെയ്യലുണ്ട്, അത് വേറൊരു രീതിയാണ്. തേങ്ങ അരക്കുമ്പോൾ ചേർക്കൂല, ഇതുപോലെ വാട്ടിയെടുത്ത ശേഷം ചിരകിയ തേങ്ങ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ. പിന്നെ അത് പരത്തിയെടുക്കുമ്പോൾ കുറച്ച് വലിയ സൈസിൽ പരത്തിയെടുക്കാറുണ്ട്. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് എല്ലാം വാട്ടിയെടുത്തിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു ബോൾസാക്കി എടുക്കാൻ പരുവത്തിന് തന്നെ നല്ല പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. കട്ടയൊക്കെ ഉണ്ടെങ്കിലൊക്കെ നന്നായി ഉടച്ച് ഇതുപോലെ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. ഇനി നമുക്കിത് ചെറിയ ബോൾസാക്കിയിട്ട് ചെറിയ മണി പോലെ ബോൾസാക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പരത്തിയെടുക്കാം ഓരോന്നായിട്ട്. അങ്ങനെ പരത്തിയെടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ഈസി ആയിട്ട് ഇതുപോലെ വേണമെങ്കിലും പരത്തിയെടുക്കാം കേട്ടോ. കുറച്ച് പത്തിരിയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സൈസിനേക്കാളും കുറച്ച് ഒരിച്ചിരി വലിയ സൈസിൽ തന്നെ ബോൾസാക്കി എടുത്തിട്ട് നമുക്കിതുപോലെ നല്ല തിന്നായിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു പത്തിരി പ്രസ്സിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വെച്ചിട്ടാണ് ഇതുപോലെ പരത്തിയെടുക്കുന്നത്. പത്തിരിയൊക്കെ പരത്തുന്ന പോലെ ഈ ഒരു ഷീറ്റിൽ ഒരു ഇച്ചിരി എണ്ണ വേണമെങ്കിൽ തടവി കൊടുക്കാം കേട്ടോ, നമുക്ക് പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല തിന്നായിട്ട് തന്നെ ഇതുപോലെ പരത്തിയെടുക്കുക ആദ്യം. അപ്പോൾ ഈ ഒരു പത്തിരി പ്രസ്സിൽ അത്ര പെട്ടെന്ന് തിന്നായി കിട്ടാറില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 2-3 പ്രാവശ്യം ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് ഇങ്ങനെ പരത്തിയെടുക്കുന്നത്, എല്ലാ സൈഡും ഒരേ കനത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നല്ല തിന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് എന്തെങ്കിലും ഒരു മൂടി വെച്ചിട്ട് ചെറിയൊരു മൂടി വെച്ചിട്ട് ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. മൊത്തത്തിലെല്ലാം റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കെല്ലാം ഒരേ സൈസിൽ നമുക്ക് കിട്ടും ഈ ഒരു പൈസപ്പത്തൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനിങ്ങനെ ഒരു പേര് വരാൻ കാരണം കോയിനില്ലേ, പൈസ എന്ന് പറയില്ലേ കോയിന്, അപ്പോൾ അതിൻ്റെ ഒരു ഷേപ്പാണിത്. അപ്പോൾ അതാണ് പൈസപ്പത്തലെന്ന് ഇതിന് പേര് വന്നത് കേട്ടോ. പണ്ടേ ചെയ്യാറുള്ളൊരു സ്നാക്കാണിത് എൻ്റെ തറവാട്ടിലൊക്കെ. അപ്പോൾ ഈ ഒരു ഷീറ്റിലുള്ളത് മൊത്തത്തിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് മാറ്റാം. ഇതുപോലെ ഓരോന്ന് എടുത്തിട്ട് ഒരു കോട്ടൺ ക്ലോത്തിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒന്ന് നിരത്തി പറ്റുമെങ്കിൽ ഒന്ന് നിരത്തിയിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ഒരുപാട് അങ്ങനെ നിറച്ചിട്ട് കൊടുക്കാതിരിക്കുക. ഓരോന്നായിട്ട് സെപ്പറേറ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലത്. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് വീണ്ടും പരത്തിയെടുക്കാനുള്ള സമയം കിട്ടാറുണ്ട് കേട്ടോ. ഫ്രൈ ചെയ്ത് കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടാൻ കുറച്ച് സമയം വേണ്ടി വരാറുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ ബാക്കിയുള്ളത് ഇതുപോലെ നമുക്ക് മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. വീണ്ടും കുഴച്ചിട്ട് വീണ്ടും പരത്തിയെടുക്കാം. അപ്പോൾ ഇതുപോലെ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ നിങ്ങൾക്ക് ചെറുതായിട്ട് വേണമെങ്കിൽ ചെറിയ മണി പോലെ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് വേണമെങ്കിൽ ഇങ്ങനെ 4 എണ്ണമൊക്കെ ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ വേണമെങ്കിൽ പരത്തിയെടുക്കാം. പക്ഷേ ഇതുപോലെ പരത്തിയെടുക്കുമ്പോൾ നമുക്ക് എല്ലാം ഒരേ സൈസിൽ കിട്ടണമെന്നില്ല. ചിലത് സൈഡൊക്കെ നല്ലോണം കൂടുതൽ തിന്നായി പോവാറുണ്ട്, തിന്നായിട്ടൊക്കെ വരാറുണ്ട്, ഇങ്ങനെയൊക്കെ കിട്ടാറുണ്ട്. പക്ഷെ നമ്മൾ നേരത്തെ ചെയ്ത പോലെയാണെങ്കിൽ നമുക്കെല്ലാം കുറച്ചും കൂടി ഈസി ആയിട്ട് തന്നെ ചെയ്യാനും പറ്റും, എല്ലാം ഒരേ സൈസിൽ കിട്ടുകയും ചെയ്യും. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എണ്ണ നല്ല ചൂടായ ശേഷം ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി.
പിന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലോട്ട് ആക്കിയിട്ടൊക്കെ ഇതിലോട്ട് ഒരുമിച്ച് തന്നെ തട്ടി കൊടുക്കാറുണ്ട് കുറച്ചധികം. പിന്നെ ഫ്രൈ ചെയ്യാൻ നമുക്ക് കുറച്ചധികം ഇതുപോലെ കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. രണ്ട് സൈഡും ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടണം. ഒരിച്ചിരി സമയം എടുക്കാറുണ്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ളതൊക്കെ പരത്തി കട്ട് ചെയ്തിട്ടൊക്കെ വെക്കാം കേട്ടോ. ഇതിപ്പോൾ ഇതാ ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. കുറച്ച് നേരം ഒന്നായാൽ മതി, എന്നിട്ട് നമുക്കിത് മാറ്റാം. അപ്പോൾ ഇതുപോലെ നമുക്കൊരു 3-4 പ്രാവശ്യം ഫ്രൈ ചെയ്തെടുക്കാനുള്ള മാവുണ്ട് നമ്മളെടുത്ത അളവിൽ. ഇതിൽ ഒരു ഷീറ്റല്ല കേട്ടോ, ഒരു 3 ഷീറ്റൊക്കെ ഞാൻ പരത്തിയിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു ഷീറ്റാണ് ഞാൻ കാണിച്ചത്, പക്ഷേ 3 ഷീറ്റൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളൊരു പ്രാവശ്യം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ 3 ഷീറ്റൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇത് നമുക്ക് മാറ്റാം. അപ്പോൾ ഇത് മൊത്തം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ചൂടാറിയതിന് ശേഷം നല്ലൊരു കണ്ടെയ്നറിലാക്കിയിട്ട് നല്ല എയർ ടൈറ്റുള്ള ഒരു കണ്ടെയ്നറിലാക്കി വെക്കാട്ടോ. അപ്പോൾ നമുക്ക് കുറേ നാൾ ഇതിൻ്റെ ഈ ഒരു ക്രിസ്പിനെസ് പോകാതെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കണ്ടില്ല, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ നല്ലോണം ചൂടാറിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ വേറൊരു കണ്ടെയ്നറിലോട്ട്. ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് കാഷ്യൂ ഫ്രൈ ആണ്. അപ്പോൾ ഇതും പെരുന്നാളിനൊക്കെ ഉണ്ടാക്കിയെടുക്കാറുള്ള ഒരു സ്നാക്ക് തന്നെയാണ്. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കുതിർത്ത് വെച്ച ശേഷം കഴുകി എടുത്തിട്ട് അരമണിക്കൂർ അരിപ്പയിലിട്ട് എടുത്തിട്ടുള്ള പച്ചരിയാണ്. പിന്നെ 1 കപ്പ് തേങ്ങയും കൂടെ എടുത്തിട്ടുണ്ട്. 2 കപ്പ് പച്ചരിയും 1 കപ്പ് തേങ്ങയും 2 മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാനിപ്പോൾ പകുതിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. 2 ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ നേരെ പകുതി അരിയും അതുപോലെ പകുതി തേങ്ങയും 1 മുട്ടയും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ അളവ് ഞാൻ കറക്റ്റ് പറയാം കേട്ടോ. നിങ്ങൾ ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ വെള്ളം നല്ലോണം ഊറ്റിയിട്ട് അരമണിക്കൂറൊക്കെ ഒരു അരിപ്പയിൽ ഇട്ടിട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഞാൻ പറയുന്ന അളവിൽ വെള്ളം പറയുമ്പോൾ കൂടിപ്പോവും. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇപ്പോൾ പാകത്തിനുള്ള ഉപ്പും അതുപോലെ വെള്ളവും കൂടെ ചേർത്തിട്ട് 3/4 കപ്പ് വെള്ളമാണ് മൊത്തത്തിൽ വേണ്ടത്. അപ്പോൾ കുറച്ച് വെള്ളം ഇതിലോട്ട് അരക്കാൻ പാകത്തിന് ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. 2 ബാച്ചായിട്ട് ഇതുപോലെ അരച്ചെടുക്കാം. നന്നായി മഷി പോലെ അരച്ചെടുക്കണം. എന്നിട്ട് നമുക്കിത് അരച്ചെടുത്ത ശേഷം ഒരു അരിപ്പയിലിട്ടിട്ട് തന്നെ നമുക്കിതൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം. അപ്പോൾ ഇതിലെന്തെങ്കിലും തരിയൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടും. ഇതുപോലെ തന്നെ ഇനി ബാക്കിയുള്ള അരിയും തേങ്ങയും 1 മുട്ടയും വെള്ളവും കൂടെ ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. ഇതുപോലെ അരിപ്പയിൽ അരിച്ചെടുക്കുമ്പോൾ തേങ്ങയുടെ കഷ്ണങ്ങളൊക്കെ എന്തെങ്കിലും പീരയൊക്കെ ഉണ്ടെങ്കിലൊക്കെ അതൊക്കെ മാറിക്കിട്ടിയിട്ട് നല്ല നൈസായിട്ടുള്ള നമുക്ക് മാവ് കിട്ടും. നല്ല ക്ലിയർ ആയിട്ടുള്ള മാവ് തന്നെ കിട്ടും. അപ്പം ഞാൻ 2 ബാച്ചും ഇതുപോലെ അരച്ചെടുത്ത് ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്കുള്ള മാവിൻ്റെ പരുവം നല്ല കറക്റ്റായിട്ട് കിട്ടണം. മാവ് നല്ലോണം തിക്കായാൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന കൊട്ടയിൽ നല്ലോണം പിടിച്ച് ഓവറായിട്ട് പിടിച്ച് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതുപോലെ മാവ് കുറഞ്ഞാലും കൊട്ടയിലോട്ട് പിടിക്കില്ല. അപ്പോൾ ആ ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വെള്ളത്തിൻ്റെ അളവ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. നിങ്ങൾ വേണമെങ്കിൽ 3/4 കപ്പിനേക്കാളും ഒരു 2 ടേബിൾ സ്പൂണൊക്കെ കുറക്കുന്നെങ്കിൽ അങ്ങനെ കുറച്ച് ചെയ്തോളൂ കേട്ടോ. 3/4 കപ്പ് തന്നെ ചേർക്കേണ്ട, വേണമെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ കുറക്കാം. ഇതിപ്പോൾ നല്ല പാകത്തിന് തന്നെ ആയിട്ടുണ്ട്. ഞാൻ വെള്ളം നല്ലോണം സ്ട്രെയിൻ ചെയ്തിട്ടാണ് അരി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് കൊട്ട ചേർത്ത് കൊടുക്കാം. ഈ ഒരു മാവിൽ നമുക്ക് ഏകദേശം 3/4 കിലോ കൊട്ട ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. 3/4 കിലോൻ്റെ അളവിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു മാവിൽ. ഞാൻ ഇതുപോലെ ഇതിലിട്ട് കൊടുത്തിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം ഇതുപോലെ വെക്കുന്നുണ്ട്. എന്നിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എണ്ണ നല്ല ചൂടായ ശേഷം നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം നല്ലോണം കുറക്കുക. പിന്നീട് ഫ്ലെയിം കൂട്ടി കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ ഓരോന്ന് ഇട്ട് കൊടുക്കാനായിട്ട് ഒരു ഇച്ചിരി സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് ഫ്രൈ ആയി കിട്ടാൻ ഒരു ഇച്ചിരി സമയം എടുക്കുന്നുണ്ട്. ഫ്ലെയിം കൂട്ടി വെക്കുക ഈ ഒരു സമയത്ത്. ഇതിപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാറ്റാം. നല്ലൊരു ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഫ്ലെയിം കുറക്കാട്ടോ. നമ്മൾ ഇതിൽ നിന്ന് മാറ്റുന്ന സമയത്ത് ഇതിപ്പോൾ കണ്ടില്ല, എല്ലാം നല്ല സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ച് മാവൊക്കെ നല്ലോണം പിടിച്ച് അങ്ങനെയൊക്കെ ആയിരിക്കും. മാവിൻ്റെ പരുവം കറക്റ്റ് ആയാലും നമുക്കിതുപോലെ നല്ല സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ലൊരു കറുമുറായിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇനി ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും ഫ്ലെയിം കുറക്കുക, പിന്നീട് കൂട്ടി കൊടുക്കുക. ഇതുപോലെ നമുക്കൊരു 3-4 പ്രാവശ്യം ഉണ്ടാക്കിയെടുക്കാനുള്ള അളവാണ് കേട്ടോ. ഇതിൽ നമ്മളെടുത്ത 3/4 കിലോ കൊട്ട വെച്ചിട്ട് നമുക്കൊരു 3-4 പ്രാവശ്യം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ചിറോട്ടിയാണ്. സിറോട്ടി അതുപോലെ സൊറോട്ട എന്നൊക്കെ ഇതിനെ പറയാറുണ്ട്.
അപ്പോൾ ഇതും എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം മാവ് കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ 3 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കുഴച്ചെടുക്കാനായിട്ട് ഒരു ഫുഡ് പ്രോസസ്സറിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊരു പാത്രത്തിലാക്കിയിട്ട് കുഴച്ചെടുത്താൽ മതി. ഇനി ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി വേണ്ടത് മെൽറ്റ് ചെയ്ത നെയ്യ്, ബട്ടർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. നെയ്യ് അല്ലെങ്കിൽ ഡാൽഡ ഏതെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. ഒരു 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടാണ് ഇത് വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പാകത്തിന് വെള്ളം ചേർത്തിട്ട്, ഞാനിപ്പോൾ പഞ്ചസാര ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര മിക്സ് ചെയ്തിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പിന്നീടാണ് പഞ്ചസാര വെതറി കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുക്കുക. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമ്മളിതൊരു പാത്രത്തിലോട്ട് ആക്കിയിട്ട് ഇത് അരമണിക്കൂറോളം ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. മൂടി വെച്ചിട്ട് അരമണിക്കൂറോളം മാറ്റി വെക്കുക. എന്നിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് അരമണിക്കൂറോളം മാറ്റി വെച്ചിട്ടുണ്ടായിന്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. വേണമെങ്കിൽ ഒരു ഇച്ചിരി മൈദ വേണമെങ്കിൽ തൂക്കി കൊടുക്കാം കേട്ടോ, കയ്യിലൊട്ടി പിടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത് കുറച്ചൊന്ന് ഞാനൊന്ന് നീളത്തിലൊന്ന് ഷേപ്പാക്കി എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കെല്ലാം ഒരേ സൈസിൽ ബോൾസാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നില്ല, നിങ്ങൾ സാധാ ബോൾസാക്കി എടുത്തിട്ട് നമ്മൾ പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഇത് ഒന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ടും ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിത് ബോൾസാക്കി എടുക്കാം. ഏകദേശം ഒരേ സൈസിൽ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റിയാൽ ഒന്നും കൂടെ നല്ലതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരേ ഷേപ്പിൽ നമുക്ക് ബോൾസാക്കി എടുത്തിട്ട് ഇത് പരത്തിയെടുക്കാം. പിന്നെ വേറൊരു രീതിയിലുള്ള സിറോട്ടി ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിന്. അത് കസ്റ്റാർഡിൻ്റെ മിക്സൊക്കെ നമ്മൾ ലെയറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അത് വേറൊരു നല്ല ടേസ്റ്റ് ഉണ്ട്. വേറൊരു രീതിയിലുള്ള സിറോട്ടിയാണ് കേട്ടോ. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. സെയിം സിറോട്ടി തന്നെയാണ്, പക്ഷേ അതിൽ കസ്റ്റാർഡിൻ്റെ മിക്സ്ചറും കൂടെ ലെയറിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു വ്യത്യാസമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ അതിന് ബോൾസാക്കി എടുത്തിട്ട് നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ ഒന്ന് നല്ല തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നെയ്യും ഡാൽഡയും കൂടെ മിക്സ് ചെയ്തിട്ട് മെൽറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. കുറച്ച് നെയ്യും അതുപോലെ ഡാൽഡയും കൂടെ രണ്ടും കൂടെ ചേർത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മുകളിലോട്ട് തൂക്കി കൊടുക്കുക. പിന്നെ നിങ്ങൾക്കിത് സിംഗിൾ ഷീറ്റായിട്ട് വേണമെങ്കിൽ റോൾ ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. ഇതന്നെ ഇപ്പോൾ റോൾ ചെയ്തിട്ട് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഞാൻ 2 ഷീറ്റ് ഒരുമിച്ച് വെച്ചിട്ടാണ് റോൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ ഷീറ്റ് തന്നെ ആയിട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു നല്ലത് ഒറ്റ ഷീറ്റായിട്ട് ചെയ്യുന്നതായിരിക്കും. കുറച്ചും കൂടി സൈസ് ചെറുതാണെങ്കിലും കുറച്ചും കൂടെ നല്ലത് അങ്ങനെയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് 2 ഷീറ്റ് ഒന്നിച്ച് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ഇതുപോലെ ഡാൽഡയും നെയ്യിൻ്റെയും മിക്സ് നന്നായിട്ട് തന്നെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് മൈദയും കോൺഫ്ലവറും കൂടെ മിക്സ് ചെയ്തതാണ്. ഇപ്പോൾ ഒരു 1/4 കപ്പ് മൈദയും 1/4 കപ്പ് കോൺഫ്ലവറും എന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ മൈദയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ തൂക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലോട്ട് വേറൊരു ഷീറ്റ് സെയിം സൈസിലുള്ള ഷീറ്റ് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് വലിച്ചിട്ട് രണ്ടും കൂടെ ഒരേ സൈസ് ആക്കുക. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞത് ഇതുപോലെ നിങ്ങൾക്ക് 2 ഷീറ്റായിട്ട് വെച്ചിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒറ്റ ഷീറ്റ് തന്നെ ഇതുപോലെ റോൾ ചെയ്തെടുത്താലും മതി. അപ്പോൾ മുകളിലത്തെ ഷീറ്റിൽ നമ്മളൊന്നും തേച്ച് കൊടുക്കുന്നില്ല. ഇപ്പോൾ 2 ഷീറ്റ് വെക്കുന്നുണ്ടെങ്കിൽ അതുപോലെ 3 ഷീറ്റ് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. 3ഉം 4ഉം ഷീറ്റ് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ. അപ്പോൾ ഇനി ഇതുപോലെ ഇങ്ങനെ ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത പീസ് ഇതുപോലെയാണ് കേട്ടോ വെച്ച് കൊടുക്കേണ്ടത്. നമുക്ക് ഈ ഒരു ലെയർ ഇങ്ങനെ മുകളിലോട്ട് കാണുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് വേണമെങ്കിൽ ഒരു ഇച്ചിരി മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. പിന്നെ പത്തിരി പ്രസ്സിൽ വേണമെങ്കിലും പരത്തിയെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഓരോ പീസും നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ നേരത്തെ ചെയ്ത പോലെ റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. പിന്നീട് ഇതുപോലെ പരത്തിയെടുക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് വെച്ചിട്ടാണ് പിന്നീട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ പരത്തിയെടുത്തിട്ട് ഒരു പ്ലേറ്റിലോ ഒരു ട്രേയിലോ നിരത്തി വെക്കാം കേട്ടോ. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയം കൊണ്ട് ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ഇതുപോലെ തന്നെ പരത്തിയെടുത്താൽ മതി. ഫ്രൈ ആയി കിട്ടാൻ ഒരു ഇച്ചിരി സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം കേട്ടോ. ഫ്ലെയിം കൂടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയാൽ മതി. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്ത ശേഷം സാവധാനം ഒന്ന്
മെല്ലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതുപോലെ ഒന്ന് മൂവ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഒരു സൈഡൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇങ്ങനെ മൂവ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു സൈഡ് കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഒരു സൈഡ് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്, ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ ഒരു സമയത്തൊക്കെ ഫ്ലെയിം വേണമെങ്കിൽ ഒരു ഇച്ചിരി കുറക്കാം. ഇനി മറ്റേ സൈഡും കൂടെ ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് മാറ്റാം. ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടണം രണ്ട് സൈഡും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് മാറ്റാം. അപ്പോൾ കണ്ടില്ല, രണ്ട് സൈഡും നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിത് മാറ്റിയിട്ട് എണ്ണയിൽ നിന്നും നല്ലോണം വാലാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ, ഒരു സ്ട്രെയിനറിലിട്ടിട്ട്. എന്നിട്ട് നല്ലോണം ചൂടാറാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലോട്ട് ആക്കി വെക്കുക. ചൂടാറിയതിന് ശേഷമാണ് നമ്മളിതിലോട്ട് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര പൊടിച്ചത് വെതറി കൊടുക്കുന്നത്. ചൂടോടെ ഒരിക്കലും വെതറി കൊടുക്കരുത് കേട്ടോ. ചൂടാറിയതിന് ശേഷം മാത്രം വെതറി കൊടുത്താൽ മതി. അപ്പോൾ അതാ ഇതുപോലെ ഓരോന്നും ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെക്കുക. അപ്പോൾ ഇതാ ഒരു 2 പ്രാവശ്യം ഫ്രൈ ചെയ്തെടുത്തത് നല്ലോണം ചൂടാറിയിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് നിരത്തി കൊടുത്ത ശേഷം പഞ്ചസാര പൊടിച്ചത് ഒന്ന് ഇതുപോലെ വെതറി കൊടുത്താൽ മതി. മറ്റേ സൈഡിലോട്ടും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് പഞ്ചസാര പൊടിച്ചത് വെതറി കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലായിടത്തേക്കും ആയിക്കോളും. ഇനിയും ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്, ഒരു 1-2 പ്രാവശ്യം ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് ഇനിയും നമ്മളെടുത്ത അളവിൽ. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡിലോട്ടും കൂടെ ഒരിച്ചിരി വെതറി കൊടുത്താൽ മതി. അപ്പോൾ നല്ല പാകത്തിനുള്ള മധുരം ആയിക്കോളും. എന്നിട്ട് നമുക്ക് നല്ലൊരു കണ്ടെയ്നറിലാക്കിയിട്ട് സ്റ്റോർ ചെയ്യാം കേട്ടോ. നമുക്ക് കുറേ നാളിത് സ്റ്റോർ ചെയ്യാം കേടാവാതെ. ഞാൻ കാണിക്കുന്ന എല്ലാ സ്നാക്കും കുറേ നാൾ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് ഈ ഒരു ഈത്തപ്പത്തിൻ്റെ. അപ്പോൾ ഇതാ ഇതുപോലെ സംഭവം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. നമ്മൾ ഇങ്ങനെ ലെയർ ചെയ്തിട്ടല്ലേ റോൾ ചെയ്തിട്ടൊക്കെ ചെയ്തത്. അപ്പോൾ അത് ലെയറായിട്ടൊക്കെ നമുക്ക് കിട്ടും ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ. ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് കേക്കപ്പമാണ്. നെയ്ക്കോല് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കുറച്ച് ഡിഫറെൻ്റ് ആണ് കേട്ടോ. നെയ്ക്കോലും അതുപോലെ ഈ ഒരു കേക്കപ്പമൊക്കെ ചെറിയ ഡിഫറെൻ്റ് ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ട് തന്നെ റെസിപ്പി നോക്കാം. അതിന് മുന്നേ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം കേട്ടോ. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് നിങ്ങളെയും കൂടെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ച്. അപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കേണ്ട സംഭവം തന്നെയാണ്. ഗൾഫ് നാടുകളിലൊക്കെ വർഷങ്ങളായിട്ട് അവിടുത്തെ അറബ്സൊക്കെ യൂസ് ചെയ്യുന്ന കുടിക്കാറുള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം, നച്ചൂരി. എൻ്റെ ഒരു ഫ്രണ്ട് ഇതിൻ്റെ ഗുണങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ എനിക്കും ഇത് വാങ്ങണം തോന്നി. അപ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട്, ഒന്നും രണ്ടുമല്ല കേട്ടോ. ഇത് ഹൈബിസ്കസ് ഫാമിലിയിൽപ്പെട്ട സൊറാൽ എന്നൊരു പൂവാണ്. ഒരു ഉണങ്ങിയ രൂപമാണ് കേട്ടോ ഇതിലുള്ളത്. ഉണങ്ങിയ തരം ഇനമാണ്. ആഫ്രിക്കയിൽ നിന്നാണ് ഇത് ഇറക്കുമതി ചെയ്യപ്പെടുന്നത്. നല്ല സ്മെല്ലാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം, എങ്ങനെ ഉണ്ടാക്കുന്നതും കുടിക്കേണ്ട രീതിയും ഇതിന്റെ ഗുണങ്ങളും ഒക്കെ. അപ്പോൾ ഇതുപോലെയാണ് സംഭവം. ഇതുപോലെ ഉണങ്ങിയ ഒരു ഇനമാണ് ഇതുള്ളത്. ആർക്കാണെങ്കിലും കഴിക്കാം കേട്ടോ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ കഴിക്കാം. 1 കപ്പ് വെള്ളത്തിന് 1 ടീസ്പൂൺ എന്നാണ് കണക്ക്. അപ്പൊ ഇത് ക്ഷീണമുള്ളവർക്കൊക്കെ ക്ഷീണം അകറ്റാനും പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും പിന്നെ കൊളസ്ട്രോള്, ഷുഗർ, PCOD, ക്രമം തെറ്റിയുള്ള ആർത്തവം, ഇതിനൊക്കെ പരിഹാരം കിട്ടുന്ന ഒരു ഡ്രിങ്കാണ് കേട്ടോ ഇത്. പിന്നെ വയറിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നുണ്ട് ഈ ഒരു ഡ്രിങ്ക്. മലബന്ധത്തിനൊക്കെ നല്ല ആശ്വാസം കിട്ടുന്നുണ്ട്. അതുമാത്രമല്ല അമിതവണ്ണം, അതുപോലെ വയറിലെ കൊഴുപ്പ്, പിന്നെ ഗർഭിണികൾക്ക് ഇതിലുള്ള അയറൻ നല്ല ഗുണം കിട്ടുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, നമ്മുടെ നിറം വർദ്ധിപ്പിക്കാനും പല്ലിനും മോണക്കും ഒക്കെ ഒരുപാട് ഗുണം കിട്ടുന്ന ഒരു ഡ്രിങ്കാണ്. പിന്നെ ഉറക്കമൊഴിഞ്ഞ് പഠിക്കുന്നവർക്കാണെങ്കിലും ഡ്രൈവ് ചെയ്യുന്നവർക്കാണെങ്കിലൊക്കെ നല്ല യൂസ്ഫുൾ ആവട്ടോ ഈ ഒരു ഡ്രിങ്ക്. 1 കപ്പ് വെള്ളത്തിന് 1 ടീസ്പൂൺ എന്നാണ് കണക്ക്. അപ്പോൾ 1 കപ്പ് വെള്ളത്തിൽ 1 ടീസ്പൂൺ ചേർത്തിട്ട് നന്നായി തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷം അരിപ്പയിൽ അരിച്ചിട്ട് കുടിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കേക്കപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു പാത്രത്തിലോട്ട് ഞാൻ ഏകദേശം 1/2 കപ്പോളം പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. പഞ്ചസാര ഒന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. ഇനി നമുക്കൊരു ഫുഡ് പ്രോസസ്സറിലാണ് ഇപ്പോൾ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു പാത്രത്തിലോട്ട് മൈദ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ 3.5 കപ്പോളം മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഇതിലോട്ട് ഒരു മുട്ട ചേർത്ത് കൊടുക്കുക. ഇനി മെൽറ്റ് ചെയ്തെടുത്ത ഡാൽഡയാണ്. മെൽറ്റ് ചെയ്തെടുത്ത ശേഷം 3/4 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഡാൽഡ തന്നെ ചേർത്ത് കൊടുക്കുക. നെയ്യ് ചേർത്താൽ നെയ്ക്കോലായിട്ട് വരും കേട്ടോ. അപ്പോൾ ടേസ്റ്റ് മാറും. അപ്പോൾ ഡാൽഡ തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ വെള്ളം ചേർത്തിട്ട് നേരത്തെ നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള വെള്ളം അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറിയ ശേഷം ചേർത്ത് കൊടുക്കുക. വെള്ളം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ആദ്യം തന്നെ ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. നല്ല കട്ടിക്ക് അങ്ങനെ നല്ല ഹാർഡായിട്ടല്ല കേട്ടോ, നല്ല സോഫ്റ്റ് ഡോ
ആണ് വേണ്ടത്. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണിക്കാൻ വിട്ടുപോയി കേട്ടോ. പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ കണ്ടില്ല, അത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇതാണ് ടെക്സ്ചറാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ വെള്ളം ഒരുപാട് കൂടി പോകരുത്. അതുപോലെ വെള്ളത്തിൻ്റെ അളവ് നല്ലോണം കുറഞ്ഞാലും നമുക്കിത് നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റ് ഡോ ആണ് വേണ്ടത്. ഇനി നമ്മളിത് ചെറിയ ബോൾസാക്കി, കുറച്ച് വലിയ ബോൾസാക്കി എടുത്തിട്ട് തന്നെ കുറച്ച് കട്ടിക്കാണ് ഇത് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് ഡാൽഡ ചേർക്കാൻ വിട്ടുപോയി. പിന്നെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും മാവെടുത്ത് ഡാൽഡൊക്കെ ചേർത്തിട്ട് വീണ്ടും കുഴച്ചെടുത്തതാണ്. അപ്പോൾ ഇതാ നിങ്ങൾ ചേർക്കുമ്പോൾ ഡാൽഡ ഒക്കെ ഒന്നിച്ച് തന്നെ ചേർത്തിട്ട് മുട്ട, ഡാൽഡ എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് ചേർത്തിട്ട് കുഴച്ചെടുത്താൽ മതി ഇതുപോലെ. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. അപ്പോൾ ഇതുപോലെ 2-3 രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നെയ്ക്കോൽ ഉണ്ടാക്കിയെടുക്കുന്നത് നെയ്യ് ചേർത്തിട്ടാണ്. നെയ്യും അതുപോലെ ഒരു ഇച്ചിരി പാലൊക്കെ ചേർത്തിട്ടാണ്. ഇതിപ്പോൾ കണ്ടില്ലതാ ഞാൻ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട് ഇതുപോലെ കട്ടിക്ക്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഡയമണ്ട് ഷേപ്പിലാണ് ഏകദേശം ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നതാണ്. നമുക്ക് കാഷ്യൂ നട്ട് ഉണ്ടല്ലോ അതിൻ്റെ ഷേപ്പിൽ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. ഒരു കുപ്പിയുടെ അടപ്പ് വെച്ചിട്ട് അത് പകുതി ഇങ്ങനെ ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു കാഷ്യൂ ഷേപ്പ് കിട്ടാറുണ്ട്. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. പിന്നെ ആക്ച്വലി ഇത് കാഷ്യൂ ആ ഒരു ഷേപ്പിൽ ചെയ്യുന്ന കൊട്ടപ്പം എന്ന് പറയും. ആ ഒരു കൊട്ടപ്പം ഉണ്ടാക്കിയെടുക്കുന്നതിന് ഡാൽഡ അങ്ങനെ ചേർക്കാറില്ല. ഒരിച്ചിരി മാത്രം ഡാൽഡ അല്ലെങ്കിൽ നെയ്യൊക്കെ ഒരിച്ചിരി ചേർത്തിട്ട് മുട്ട കൂടുതൽ ചേർക്കും. അത് കുറച്ചും കൂടെ ഹാർഡാണ്. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഹാർഡായിട്ട് കിട്ടും. ചെറിയൊരു ക്രിസ്പിയും കുറച്ചും കൂടെ ഹാർഡായിട്ടാണ് അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ നല്ല പാകത്തിനുള്ള ഒരു ക്രിസ്പിയും നല്ല പാകത്തിന് സോഫ്റ്റും ഒക്കെ കിട്ടുന്നുണ്ട്. നെയ്ക്കോല് ഭയങ്കര സോഫ്റ്റാണ്. കുറച്ചും കൂടെ അങ്ങനെ സോഫ്റ്റ് എന്നല്ല, വ്യത്യാസമുണ്ട് കേട്ടോ. നെയ്ക്കോലാണെങ്കിലും ഈ ഒരു കേക്കപ്പം ആണെങ്കിലും അതുപോലെ കൊട്ട ഫ്രൈ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതൊക്കെ, കൊട്ട ഫ്രൈ കാഷ്യൂനട്ട് ഫ്രൈ അല്ല, ഇതുപോലെ തന്നെ ഈ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് എടുക്കുന്ന സംഭവമാണ്. അപ്പോൾ അങ്ങനെ 2-3 രീതിയിലും ഉണ്ടാക്കിയെടുക്കാറുണ്ട്. ഇതുപോലെ പരത്തി കട്ട് ചെയ്തിട്ടൊക്കെ നമ്മളെടുക്കുന്ന ഇൻഗ്രീഡിയൻസിലൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. അതുപോലെ പേരിലും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു പ്ലേറ്റിലോട്ടൊക്കെ ആക്കി വെക്കുക. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക. ഏത് ഷേപ്പിൽ വേണമെങ്കിലും, കുറച്ച് വലുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത്. പിന്നെ ആ ഒരു കാഷ്യൂ നട്ടിൻ്റെ ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. കാണാൻ നല്ലൊരു ഭംഗിയുണ്ടാവും, വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് ബാക്കിയുള്ളതും കൂടെ കട്ട് ചെയ്തിട്ട് വേറെ പ്ലേറ്റിൽ ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒന്നും കൂടെ എളുപ്പമായിരിക്കും കേട്ടോ. നമുക്ക് എണ്ണയിലോട്ട് മൊത്തത്തിൽ തട്ടി കൊടുത്താൽ മതി. അപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിത് ഒരു പ്ലേറ്റിലുള്ളത് മൊത്തത്തിൽ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഓരോ പ്ലേറ്റ് ആക്കി വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുത്ത പാടെ അങ്ങനെ ഇളക്കി കൊടുക്കണ്ട. കുറച്ച് നേരം ഒന്ന് കഴിഞ്ഞിട്ട് 1-2 മിനിറ്റൊക്കെ, 1 മിനിറ്റൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് മെല്ലെ ഒന്ന് മൂവ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ 2-3 പ്രാവശ്യമൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പിന്നെ എണ്ണയൊക്കെ ഇങ്ങനെ ഒരു പതഞ്ഞ് വരുന്ന രീതിയിലൊക്കെ ആകുന്നുണ്ട് നമ്മൾ ഇതിലോട്ട് ഡാൽഡയൊക്കെ ചേർത്ത കൊണ്ട്. അത് കുഴപ്പമില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടൊക്കെ ഒന്ന് 2 സൈഡും ഒരു മൊത്തത്തിലൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ, നല്ലോണം ഡാർക്ക് കളറാക്കാൻ നിൽക്കണ്ട, ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ എണ്ണ ചെറുതായിട്ട് ഇങ്ങനെ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മളൊരു 1-2 പ്രാവശ്യം കൂടെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എണ്ണ നല്ലോണം ലാസ്റ്റ് ആകുമ്പോൾ എണ്ണ നല്ലോണം പതഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രൈ ആയി വന്നിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് അറിയാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇത് മാറ്റാം. ഇനി ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഈ ഒരു കളറായാൽ മതി കേട്ടോ. ഇതിനേക്കാൾ ഓവറാക്കണ്ട. അപ്പോൾ ഇനി നല്ലോണം ചൂടാറിയതിന് ശേഷം, നല്ലോണം ചൂടാറിയതിന് ശേഷം നമ്മൾ ഓൾറെഡി പഞ്ചസാര നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് അങ്ങനെ ഒരുപാടൊന്നും വേണ്ട. ഒരിച്ചിരി പഞ്ചസാര ഇതുപോലെ ഒന്ന് വെതറി കൊടുത്താൽ മതി. കുറച്ച് പഞ്ചസാരയാണ് നേരത്തെ നമ്മൾ ചേർത്ത് കൊടുത്തത്. കൂടുതൽ പഞ്ചസാര ചേർക്കുന്നെങ്കിൽ ഇതുപോലെ ഇങ്ങനെ വെതറി കൊടുക്കണമെന്നില്ല കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ എല്ലാ ഇതിലോട്ടും ആകുന്ന രീതിയിൽ ഒന്ന് വെതറി കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലൊരു കണ്ടെയ്നറിലോട്ടാക്കിയിട്ട് ഇത് സ്റ്റോർ ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് സംഭവം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ഈന്തപ്പഴം ഫ്രൈ ആണ്.
കാസർഗോഡ് സ്ലാങ്ങിൽ പറയുകയാണെങ്കിൽ ഈത്തപ്പഴം കഴിച്ചെന്നൊക്കെ പറയും. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. നമ്മൾ ആദ്യം ഈന്തപ്പഴം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തുള്ള കുരു മാറ്റുന്നുണ്ട്. കുരു മാറ്റിയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. കുറേ പേര് ഇതിൻ്റെ അകത്ത് ഈ ഒരു കുരുവിൻ്റെ നമ്മളെടുത്ത് കുരു മാറ്റിയിട്ട് ഇതിൻ്റെ അകത്ത് ബദാം വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാറുണ്ട്. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അതുപോലെ തേങ്ങാപ്പണ്ടം വെച്ചിട്ടൊക്കെ ചെയ്യാറുണ്ട്. തേങ്ങാപ്പണ്ടം ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ തേങ്ങയൊക്കെ നല്ലോണം ഡ്രൈ ആയിട്ട് നമ്മൾ ഫില്ലിങ്ങൊക്കെ അത്രയും ഡ്രൈ ആയിട്ട് ഉണ്ടാക്കിയെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ കുറേ നാൾ വെക്കുമ്പോൾ കേടായി പോകും. ഇതിപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. വലിയ ഈന്തപ്പഴമാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ടും എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഫുള്ളായിട്ട് തന്നെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് 1/2 കിലോ ഈന്തപ്പഴം, ഞാൻ എടുക്കുന്ന അളവിൽ 1/2 കിലോ ഈന്തപ്പഴം ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളെടുക്കുന്ന മാവിൽ 1/2 കിലോ ഈന്തപ്പഴം വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ കുരു കളഞ്ഞിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് നെയ്ച്ചോറിൻ്റെ അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പച്ചരി വേണമെങ്കിലും എടുക്കാം. ഇത് കുതിർത്ത് വെച്ച് കഴുകിയെടുത്ത ശേഷം കുറച്ച് നേരം ഒരു അരിപ്പയിലിട്ടിട്ടൊന്ന് വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട്, ഒന്ന് ഡ്രൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ പറയുന്ന അളവിൽ വെള്ളം പാകത്തിനാകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലോട്ട് വേണ്ടത് 1/2 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു മുട്ട ചേർത്ത് കൊടുക്കുക. അതുപോലെ പാകത്തിനുള്ള ഉപ്പ്. പിന്നെ ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് വെള്ളത്തിനേക്കാളും 2 ടേബിൾ സ്പൂൺ വെള്ളം കുറച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. 1/2 കപ്പ് നിറച്ച് ചേർത്ത് കൊടുക്കണ്ട. 1-2 ടേബിൾ സ്പൂണൊക്കെ കുറച്ചിട്ട് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഒരു അരിപ്പയിലിട്ടിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിലുള്ള തരിയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും അരയാത്ത പീസസൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്, നല്ല ക്ലിയർ ആയിട്ടുള്ള മാവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുന്നുള്ളത്. അപ്പോൾ നല്ല മഷി പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അധികം അങ്ങനെ തരിയുള്ള തേങ്ങയുടെ പീസോ അങ്ങനെയൊന്നുമില്ല, തേങ്ങയുടെ പീരയൊന്നും നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ നല്ല പാകത്തിനുള്ള കൺസിസ്റ്റൻസിയാണ്, നല്ല തിക്കായിട്ടുള്ള കുറച്ച് തിക്ക് തന്നെയാണ്, മാവ് ലൂസല്ല. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഡേറ്റ്സ് ആദ്യം കുറച്ച് ഇതിലിട്ടിട്ട് ഒരു 5 മിനിറ്റൊക്കെ, 5 മിനിറ്റും വേണ്ട കേട്ടോ, ഒരു 2-3 മിനിറ്റൊക്കെ ഡേറ്റ്സ് ഇതിലിട്ട് വെക്കുന്നത് ഒന്നും കൂടെ നല്ലതാണ്. നമ്മൾ എണ്ണയൊക്കെ ഒന്ന് ചൂടാകുന്ന സമയം വരെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ആദ്യം രണ്ടാമത്തെ ബാച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് രണ്ടാമത്തെ ബാച്ച് ഡേറ്റ്സ് ഇതിലിട്ട് കൊടുത്താൽ മതി. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ ഒന്നും കൂടെ ഡേറ്റ്സിൽ പിടിക്കാൻ നല്ലതാണ്. 2-3 മിനിറ്റൊക്കെ ഇട്ട് വെച്ചാൽ മതി, ഒരുപാട് നേരമൊന്നും വേണ്ട. അതുപോലെ ഡേറ്റ്സ് ആണെങ്കിലും ഈന്തപ്പഴമാണെങ്കിലും ഒന്ന് സോക്കായി കിട്ടുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതലാണ്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാനായിട്ട് എണ്ണ നല്ല ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. പിന്നീട് ഫ്ലെയിം കുറച്ച് കൂട്ടിയിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കുന്നുണ്ട്. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. നല്ലോണം ലോ ഫ്ലെയിമിലാക്കി വെക്കണമെന്നില്ല. ഒരു സൈഡൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിലേക്കുള്ള മാവിൻ്റെ പരുവം കറക്റ്റായിട്ട് കിട്ടണം. അതുകൊണ്ടാണ് ഞാൻ വെള്ളത്തിൻ്റെ അളവ് അത്രയും ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞത്. മാവ് ലൂസായിട്ടുണ്ടെങ്കിൽ ഈന്തപ്പഴത്തിൽ മാവ് പിടിക്കില്ല. അതുപോലെ ഓവർ തിക്കായിട്ടുണ്ടെങ്കിലും മാവ് നല്ലോണം ഈന്തപ്പഴത്തിൽ പിടിച്ചിട്ട് നമുക്ക് കാണാനും കഴിക്കാനൊന്നും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിപ്പോൾ ആയിട്ടുണ്ട്, ഫ്രൈ ആയി വന്നിട്ടുണ്ട്, നല്ല ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട് 2 സൈഡും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് വേണ്ടത്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഈന്തപ്പഴം പൊരിച്ചതാണ്, നല്ല കറക്റ്റ് ഇതിൽ തന്നെ വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് കേട്ടോ വേണ്ടത്. പിന്നെ മാവ് ലൂസായി എന്തെങ്കിലും ആയിട്ടൊരു പൊടിക്ക് മാവ് ലൂസായിട്ടുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ മാത്രം പച്ചരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കരുത്, ഹാർഡായി പോകും. അങ്ങനെ ചേർത്ത് കൊടുക്കാമെന്ന് വെച്ചിട്ട് ഒരുപാട് ലൂസാക്കി എടുക്കരുത്. എന്തെങ്കിലും ഇതായിട്ട് മിസ്റ്റേക്കായിട്ട് മാവ് ലൂസായിട്ടുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ മാത്രം പച്ചരിപ്പൊടിയാണ്, പത്തിരിപ്പൊടി, കാസർഗോഡൻ പത്തിരിപ്പൊടിയല്ല. അതുപോലെ മൈദയും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. മൈദ വെച്ചിട്ട് വേറൊരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴം പൊരിച്ചത്. അത് ഞാൻ വേറൊരു രീതിയിലാണ് ഇനി ഒരിക്കൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇനി ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഈന്തപ്പഴം പൊരിച്ചതാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇനി ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.